ശബരിമലയിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തിയെന്നാണ് വ്യവസായി മൊഴി നൽകിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടനിലക്കാരനായെന്നും വിഗ്രഹങ്ങൾ വാങ്ങിയത് ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയെന്നും മൊഴിയുണ്ട്. രമേശ് ചെന്നിത്തല പരാമർശിച്ച വ്യവസായിയാണ് SITക്ക് മൊഴി നൽകിയത്. 2019-2020 കാലയളവിലായി 4 വിഗ്രഹങ്ങളാണ് കടത്തിയത്. പണം കൈമാറിയത് 2020 ഒക്ടോബർ 26-നെന്നും പണം വാങ്ങിയത് ശബരിമലയുമായി ബന്ധമുള്ള ഉന്നതനെന്നും വ്യവസായി മൊഴി നൽകി. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകാനുള്ള. സിജോ, വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് രാവിലെ തന്നെ വരുന്നത്. അതായത് ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ മാത്രമല്ല പഞ്ചലോഹ വിഗ്രഹങ്ങൾ 4 എണ്ണം കടത്തിയിട്ടുണ്ടെന്നുള്ള മൊഴിയാണ്. എന്താണ് മൊഴി? ഈ മൊഴി അദ്ദേഹം നൽകാനുണ്ടായ കാരണം എന്താണ്? ഈ അന്താരാഷ്ട്ര വിഗ്രഹകർത്തനെ കുറിച്ച് ബന്ധപ്പെടുത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തലയാണ് ആദ്യം ഒരു വിവരം പുറത്തുവിടുന്നത്. അതിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞത് ഒരു പ്രവാസി വ്യവസായിയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ തന്നെ അറിയിച്ചെന്ന് പറയുന്നിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഈ പ്രവാസി വ്യവസായിയെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ വ്യവസായിയാണ് ഈ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കൂടി കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ള ഒരു നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അത് ഡി മണി എന്നു പേരുള്ള ചെന്നൈയിൽ നിന്നുള്ള ഒരാളാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്. അയാളാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പണം നൽകിയിരിക്കുന്നത്. ശബരിമലയിൽ നിന്നുള്ള ഒരു ഉന്നതൻ ഇതിൽ നിന്ന് ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ നൽകിയത് ഇതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരികയും ചെയ്യുന്നത്. 2020 ഒക്ടോബർ 26-നാണ് ഇത്തരത്തിൽ ഒരു പണം കൈമാറ്റം നടക്കുന്നത്. മൂവരും തിരുവനന്തപുരത്തെത്തി അതിനുശേഷം കൂടിക്കാഴ്ച നടത്തി. അങ്ങനെയാണ് ഈ കച്ചവടം ഉറപ്പിക്കുകയും ചെയ്യുന്നത്. പണം എത്തിച്ചിരിക്കുന്നത് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ദിണ്ടിഗലിൽ നിന്നാണ്. അവിടുന്ന് വാഹനമാർഗമാണ് കൊണ്ടുവരുന്നത്. ഈ വ്യവസായി മണി എന്ന് പറയുന്നയാൾ വിമാനമാർഗമാണ് തിരുവനന്തപുരത്ത് എത്തിയത്. അതിനുശേഷം തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയും എഗ്രിമെന്റ് ഉറപ്പിക്കുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇതിന്റെ ആധികാരികത സംബന്ധിച്ച് പരിശോധിച്ച് വരികയാണ്. കാരണം ഇതിൽ മൊഴി മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇവർ ഹോട്ടലിൽ എത്തിയതിന്റെ ചില വിവരങ്ങൾ കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടോ എന്ന് സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളുണ്ടല്ലോ. കാരണം ഈ കട്ടിളപ്പാളി ആയാലും മറ്റേ ദ്വാരപാലക ശില്പപാളി ആയാലും അത് സ്വർണം പൂശാൻ എന്ന് പറഞ്ഞാണല്ലോ കൊണ്ടുപോയത്. പക്ഷെ ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ എങ്ങനെ കടത്തി, അതെങ്ങനെ സാധ്യമാകും എന്ന ചോദ്യങ്ങളില്ലേ? അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ശബരിമലയുമായി ബന്ധമുള്ള ഒരു ഉന്നതനാണ് ഇത്തരത്തിൽ ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ച് നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അതിന് ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയും ചെയ്തു. ഡി മണി എന്ന പേരുള്ള ആളാണ്, അത് വിളിപ്പേരാണ്. ഡി മണി എന്ന വിളിപ്പേരാണ്. തമിഴ്നാട് സ്വദേശിയാണ്. അയാളാണ് ഇത് വാങ്ങിയതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ഡി മണിയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഡി മണി എന്നാൽ ദുബായ് മണി എന്നാണ് സൂചന. ഇയാൾ ദാവൂദ് മണി എന്ന് വിളിപ്പേരുണ്ടെന്നുള്ള സംബന്ധിച്ചും അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇപ്പോൾ വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇയാളെ കുറിച്ചുള്ള അന്വേഷണം SIT വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളും ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ച് വരികയാണ്. ഇപ്പോൾ വരുന്ന ഈ മൊഴിയിലെ വിവരങ്ങൾ സത്യമാണെങ്കിൽ അത് ഒരു വലിയ റാക്കറ്റിന്റെ ഭാഗമാണ് ഇത്. ഈ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കടത്തും അതോടൊപ്പം തന്നെ ഈ പഞ്ചലോഹ വിഗ്രഹ കടത്തും എന്നൊക്കെ പറയേണ്ടി വരും. കാരണം ഇത്രയും നാൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യങ്ങൾ എന്ന നിലയിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അതിന്റെ വ്യാപ്തി നീളുന്നു എന്ന് തന്നെ സ്വാഭാവികമായി മനസ്സിലാക്കേണ്ടി വരും. വെറുതെ ഈ പറയുന്ന രീതിയിൽ ആർക്കും പോയി എടുത്തുകൊണ്ടുപോയി മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഈ ശബരിമലയിൽ നിന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായും അവിടെ ഉള്ള ആളുകൾക്ക് ഉറപ്പായും ഇത്തരത്തിൽ പങ്കുകൾ ഉണ്ടാവണം. നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് അവിടെ എത്രത്തോളം സ്വാധീനമുള്ള ആളാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലോടുകൂടി ശബരിമലയിൽ ഒരു ഉന്നതനാണ് ഇത്തരത്തിൽ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കൈമാറിയിരിക്കുന്നത് എന്നുള്ള പറയുന്നത്. അത് ഒരു തവണയല്ല, 4 പഞ്ചലോഹ വിഗ്രഹങ്ങളാണ് കടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വസ്തുതപരമായിട്ടുള്ള വിവരങ്ങളാണെങ്കിൽ ഇത് ഒരു തവണയായിരിക്കില്ല, പല തവണയും ഇത്തരത്തിലുള്ള ഇടപെടൽ നടന്നിട്ടുണ്ടാവും എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉയരുകയും ചെയ്യുന്നത്. സിജോ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി ഒരു പ്രത്യേക സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇത്രയും സുപ്രധാനമായ വിവരങ്ങളൊക്കെ വരുമ്പോൾ ഈ അന്വേഷണ സംഘത്തിന് ഈ സമയം മതിയാകുമോ അന്വേഷണം പൂർത്തിയാക്കാൻ? കൂടുതൽ സമയം ആവശ്യമാണെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ആദ്യം ഒരു
6 ആഴ്ചത്തെ സമയമാണ് നൽകിയിരുന്നത്, 1.5 മാസത്തെ സമയമാണ് നൽകിയിരുന്നത്. അതിനുശേഷമാണ് 1 മാസം കൂടി നീട്ടി നൽകുന്നത്. അങ്ങനെ 2.5 മാസത്തെ സമയമാണ് ഉള്ളത്. സ്വാഭാവികമായും ഇപ്പൊ അന്വേഷണ ഘട്ടം ഈ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായപ്പെടുന്നു, പിന്നീട് ഉദ്യോഗസ്ഥർ അറസ്റ്റിലായപ്പെടുന്നു, ഏറ്റവും അവസാനം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെ അറസ്റ്റിലാകുന്ന സാഹചര്യമുണ്ട്. അത് ആ ഒരു ലെവലിലോട്ട് മാത്രമാണ് അന്വേഷണം നിൽക്കുന്നത്. സ്വാഭാവികമായും ഈ വിഗ്രഹക്കടത്ത് സംഘത്തിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടത്. കാരണം അത് കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന അന്വേഷണമല്ല, ഇതിന് പുറത്തുനിന്നുള്ള പല ആളുകൾക്കും, അതായത് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘമൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തുനിന്നുള്ള ഇടപെടൽ കാര്യമായിട്ടുണ്ട്. അത്തരം ആ രീതിയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. സ്വാഭാവികമായും അടുത്ത തവണ ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ഇനി കൂടുതൽ സമയം ആവശ്യപ്പെടാൻ തന്നെയാണ് സാധ്യത. അതല്ലെങ്കിലും ഈ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് അല്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഇനിയും എക്സ്റ്റൻഷൻ ചോദിക്കാനുള്ള ഒരു സാധ്യത നമ്മൾ അന്വേഷണ സംഘവുമായി സംസാരിക്കുമ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ബന്ധം കൂടി വരികയാണെങ്കിൽ, അതിന്റെ കൂടുതൽ തെളിവുകൾ കൂടി വരികയാണെങ്കിൽ സ്വാഭാവികമായും അന്വേഷണം ഇനിയും വ്യാപിപ്പിക്കേണ്ടി വരും. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് അത് അന്വേഷണം നീങ്ങുകയും ചെയ്യും.